മോളെ കോഴിക്കോട്ടേക്ക് ഒരു ടിക്കറ്റ് നോക്കണം. ഡേറ്റ് ഒന്ന് പറയാമോ? നാളെ രാത്രി ഏതെങ്കിലും നോക്കണം. ഒരു 10 മണിക്ക് ശേഷമായ നല്ലത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് മതിയോ? ഏതായാലും കുഴപ്പമില്ല. നാളെ രാവിലെ അവിടെ എത്തണം. ഓക്കെ സർ. എന്നാണ് റിട്ടേൺ? മോൾ അങ്ങോട്ടേക്കുള്ളത് മാത്രം നോക്കിയാൽ മതി. സാറിന്റെ പേര്? അബ്ദുൾ മജീദ്. Yes, Megha here. Okay. I'll check and reply you, sir. Okay. In the same mail, right? Sure, sir. Yes, I will. Thank you. 2,200 ആവും, sir. അത് കുറെ കൂടുതലാണല്ലോ. മോള് ഒരു സൈഡല്ലേ നോക്കിയത്? അതെ സർ. ഇവിടുന്ന് 1 മണിക്കാണ് ഫ്ലൈറ്റ്. പിന്നെ അവിടെ ഒരു 8 മണിയാകുമ്പോൾ എത്തും. പിന്നെ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷേ അതൊരു 1,800 ആവും. പിന്നെ അവിടെ ഒരു 3 മണിക്കൂർ വെയിറ്റും ചെയ്യേണ്ടി വരും. ഭയങ്കര കൂടുതലാണല്ലോ മോളെ. കുറവുള്ളൊന്നും കാണുന്നില്ലേ? സീസൺ അല്ലേ സർ. മിക്കവാറും ഫ്ലൈറ്റ്സ് എല്ലാം ഫുള്ളാണ്. പിന്നെ ഹയർ ക്ലാസ് ടിക്കറ്റ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ടാ. നമ്മൾ സാധാരണ പോകുമ്പോൾ 1000ന്റെ ചോടല്ലേ വരാറുള്ളൂ. മോളൊരു കാര്യം ചെയ്യും. ഒരു 200 റിയാൽ അധികം എടുത്തിട്ട് ഞമ്മക്കൊരു ടിക്കറ്റ് ശരിയാക്കിത്താ. ഇത് സിസ്റ്റം ഫെയർ ആണ് സർ. എവിടെ നിന്ന് എടുത്താലും ഇത് തന്നെ ആവും. പിന്നെ ഇത് ഞങ്ങളല്ല ഡിസൈഡ് ചെയ്യുന്നത്. മോളെ ഇത് വളരെ കൂടുതലല്ലേ. 3 മടങ്ങല്ലേ കൂടുതൽ? അല്ല സർ, ഓഫ് സീസൺസിൽ മിക്കവാറും ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട് എയർലൈൻസ്. അന്നേരം 500-നും 600-നാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഡിമാൻഡ് കൂടിയപ്പോൾ അതിന്റെ വിലയും കൂടി. ശരിയാണ്. എന്നാലും നിങ്ങളൊരു സേവനമല്ലേ നടത്തുന്നത്? ഉറപ്പായിട്ടും സർ. എന്നാലും എല്ലാ കമ്പനികൾക്കും അവരുടേതായ പോളിസി ഉണ്ടാവുമല്ലോ. ലീഗലായിട്ടാണ് എല്ലാ പ്രൈസിങ്ങും നടത്താറുള്ളൂ. സർ, ഒരു 10 ദിവസത്തിന് ശേഷം വില കുറവ് കാണുന്നുണ്ട്. ഒരു 900 ആണ് ഇപ്പൊ കാണിക്കുന്നത്. മോള് മറ്റന്നാളത്തേക്കൊന്ന് നോക്കിയേ? ഇല്ല സർ, ഒരാഴ്ചത്തേക്ക് വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. ഹലോ. ഓക്കെ 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 സർ. എന്ത് തീരുമാനിച്ചു? നാളത്തേക്ക് ബുക്ക് ചെയ്യട്ടെ? നിക്ക്, ഞാനൊന്ന് നോക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാ. ഞാൻ പോയിട്ട് വരാം. ഓക്കെ സർ. സാറിനെ വിളിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. എന്തായിക്ക, ടിക്കറ്റ് എടുത്തോ? ഇല്ലടോ, ഞാനിപ്പോ അങ്ങോട്ട് പോകാൻ മാത്രമൊന്നും ആടില്ല. എന്തൊക്കെ പൈസയിലായിട്ടാണോ? ഇല്ലെങ്കിൽ എന്റെ ക്രെഡിറ്റ് കാർഡ് എടുക്കാം. പൈസയുടെ നല്ലട ചെക്ക, പൈസയല്ല എൻ്റെ അടുത്തുണ്ട്. തിരിച്ചു വരാം പ്രൈം ടൈം ന്യൂസിലേക്ക്. വിമാന കമ്പനികൾ പ്രവാസി യാത്രക്കാരെ കൊള്ളയടിക്കുകയാണോ? പ്രൈം ടൈം ന്യൂസ് ചർച്ച തുടരുകയാണ്. മിസ്റ്റർ ഷിൻഡോ, താങ്കൾക്ക് തുടരാം. ഇത്ര വലിയ ചർച്ചയൊക്കെ നടത്തുന്ന നിങ്ങൾ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് സംസാരിക്കുന്നത്? രാവിലെ 8 മണിക്കുള്ള പരസ്യത്തിൽ ചാർജ് ചെയ്യുന്ന അതേ ചാർജ് ആണോ പ്രൈം ടൈം ന്യൂസ് അഡ്വർടൈസ്മെന്റ് സ്ലോട്ടിൽ നിങ്ങൾ ചാർജ് ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ മറ്റുള്ളവർക്ക് ചെയ്യാൻ പാടില്ല എന്നാണോ? പിന്നെ വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി. ഒന്നിടപെട്ടോടെ മിസ്റ്റർ ഷിൻഡോ, നിങ്ങൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി സർവീസിനെയും മാധ്യമ സ്ഥാപന സർവീസിനെയും ഒരേ കയറിൽ കെട്ടാൻ നോക്കരുത്. ഒരു മീഡിയ കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് റേറ്റിംഗ് ഒരു സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല.
നിങ്ങൾ ചർച്ചയുടെ ഗതി തിരിച്ചുവിടുകയാണ്. ഓക്കെ, അഡ്വക്കേറ്റ് ഹുസൈൻ മാടായി. ഇതിലിപ്പം കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഇതിപ്പം നമ്മുടെ ലോകത്തിൽ എല്ലായിടത്തും കടന്നു പിടിച്ചിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതിലൊന്നു മാത്രമാണ് ഈ എയർവേസ് ഇൻഡസ്ട്രി. നിങ്ങൾ ആരോഗ്യരംഗത്തേക്ക് നോക്കൂ. ആരോഗ്യരംഗത്ത് നിന്ന് എന്താണ് സംഭവിക്കുന്നത്? ഒരു സാധാരണക്കാരനായ വ്യക്തിയും ഒരു മൾട്ടി ബില്യണറും രോഗം വന്നാൽ ചികിത്സ തേടിയേ പറ്റൂ. പക്ഷേ ഇന്നത്തെ ചികിത്സാ ചെലവ് ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്നതാണോ? എന്തെങ്കിലും ഒരു രോഗം വന്ന് ഹോസ്പിറ്റലുകളിൽ പോയാൽ ഒരു സാധാരണക്കാരന് നഷ്ടപ്പെടുന്നത് അവൻ്റെ ജീവിതത്തിലെ നല്ലൊരു ശതമാനം സമ്പാദ്യം തന്നെയാണ്. അതിപ്പോൾ വിദ്യാഭ്യാസമായാലും റിയൽ എസ്റ്റേറ്റ് ആയാലും ഇതുതന്നെയാണല്ലോ പ്രശ്നം. റിച്ച് ഗെറ്റ്സ് മോർ റിച്ചർ, പുവർ ഗോസ് മോർ പുവർ. അതാണ് പറയുന്നത്. അഡ്വക്കേറ്റ് ഹുസൈൻ മാടായി, നമ്മളോടൊപ്പം ഒരു കോളർ ചേരുകയാണ്. ഹലോ, പറയൂ. എൻ്റെ പേര് കുമാർ, ഞാൻ മസ്കറ്റിൽ നിന്നാണ്. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇത് ഓണവും വിഷുവും പെരുന്നാളും എന്ന് പറഞ്ഞിട്ട് എല്ലാ കൊല്ലവും ചർച്ച ചെയ്യുന്നല്ലേ? ടിക്കറ്റിന്റെ ചാർജ് കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നില്ലല്ലോ. ഈ ചർച്ചയുടെ അവസാനങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവുക. നിങ്ങൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ഈ പ്രശ്നത്തിന് ഒരു പ്രതിവിധി ഉണ്ടോ നോക്ക്. എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. നാട്ടിലേക്ക് വെച്ചിട്ട് ബാക്കി എല്ലാ രാജ്യത്തേക്കും ചാർജ് കുറവാണ്. ഇക്കൊല്ലം മാലിയിലേക്ക് പിന്നെ ജീവിതം